വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം സങ്കീർത്തനം അധ്യായം 18 28 വാക്യം. സങ്കീർത്തനം അധ്യായം 18 28 വാക്യം. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. എനിക്ക് എനിക്ക് വന്ന ഒരു ചിന്ത, കെട്ടിരിക്കുന്ന ദീപമല്ലേ കൊളുത്താൻ പറ്റുകയുള്ളൂ. അന്ധകാരത്തിൽ വസിക്കുന്ന എനിക്ക് മാർഗദർശിയായി എൻ്റെ വഴികൾ എനിക്ക് കാണിച്ചു തരുന്നതിനായി കർത്താവ് എൻ്റെ ദീപം തെളിയിക്കുന്നു. വീണ്ടും പറയുന്നു, എൻ്റെ അന്ധകാരം അകറ്റുന്നു. അതായത് ഇരുളിൽ വസിക്കുന്നവന് അകത്തും പുറത്തും അന്ധകാരമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഇതിനായി കർത്താവ് നമുക്ക് ദീപം തെളിച്ച് നടക്കേണ്ട മാർഗം നമുക്ക് കാണിച്ചു തരുന്നു. അതേസമയം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണങ്ങൾ, നമ്മുടെ ഉള്ളിലെ അന്ധകാരങ്ങളെയും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു പ്രോബ്ലം അല്ല എന്നൊക്കെ കരുതുന്ന കാര്യങ്ങൾ ഒരു ക്രിസ്തു അനുയായിക്ക് അതെല്ലാം പ്രോബ്ലങ്ങൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നിന്റെ സഹോദരനെ നീ വിഡ്ഢിയെന്ന് വിളിച്ചാൽ നീ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒരു സ്ത്രീയെ ലൈംഗികേച്ഛയോടെ നീ നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു സാധാരണ ലോകത്തിൽ ഇതൊന്നും അത്ര വലിയ വിഷയമൊന്നുമല്ല. ഇപ്പം നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് ദോസ് യൂസ്ലെസ് ഫെലോസ്, ഇഡിയറ്റ്സ്, ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ എപ്പോഴും ജോലി സ്ഥലത്ത് കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് കോമ്പറ്റീഷനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വക വാക്കുകളൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഭോഷന്മാർ, വിഡ്ഢികൾ, ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്, മണ്ടന്മാർ, കഴിവുകെട്ടവർ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അന്യനെ വിധിക്കലാണ്. ഇതെല്ലാം അവൻ്റെ ആത്മീയതയിൽ പോറലുളവാക്കുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴും പലപ്പോഴും അതാണ്, ഈ ലോകം നിന്നെ ത്യജിക്കും, നീ എൻ്റെ വചനങ്ങൾ പാലിച്ചാൽ ഈ ലോകം നിന്നെ ത്യജിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പലപ്പോഴും നമ്മളൊരു മിസ്ഫിറ്റാകാൻ സാധ്യതയുണ്ട്. നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായി ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഒറ്റപ്പെടുകയാണെങ്കിൽ സന്തോഷിക്കുവിൻ, കാരണം നമ്മൾ ശരിയായ പാതയിലാണ്. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ ആത്മീയതയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുറവുകൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. ഇപ്പം അന്ധകാരത്തിൽ വസിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പാത അറിയാൻ പറ്റില്ല, പുറമേ എല്ലാം കൂരിരുട്ട്. പക്ഷെ ക്രിസ്തു അതുപോലെ അകത്തും കൂരിരുട്ട്. അതേസമയം ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിൽ പ്രവേശിക്കുമ്പോൾ
നമ്മുടെ ഉള്ളിലെ അന്ധകാരം, അതായത് നമ്മുടെ കുറവുകൾ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ വ്യഭിചാര ചിന്തകൾ, ഏഹ്, ആഹ്, നമ്മുടെ കള്ളത്തരങ്ങൾ, നമ്മുടെ പൊള്ളത്തരങ്ങൾ, നമ്മുടെ എല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ ക്രമേണ നമ്മൾ പ്രാർത്ഥന എന്നിലെ അന്ധകാരത്തെ വെളിച്ചമാക്കണമേ കർത്താവേ. അങ്ങനെ ക്രമേണ നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിച്ചത്താൽ നിറഞ്ഞ് ഈ ലോകത്തിന് പ്രകാശമേകുന്നവരാകും. ഇതിനുള്ള കൃപയ്ക്കായി ക്രിസ്തുവിനെ ഫോളോ ചെയ്ത് ഈ ലോകം നമ്മളെ ത്യജിച്ചാലും ലോകം നമ്മളെ അവഹേളിച്ചാലും ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു സ്പോർട്സ്മാൻ, ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു പടയാളി നിരന്തരം പരിശീലിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പടയാളികൾ ഈ പൈശാചിക ശക്തികൾ, വലുതും ചെറുതുമായ ഈ ഈവിൾ ഫോഴ്സസിനെ പടവെട്ടി നിർമ്മലരായി ക്രിസ്തു വചനമനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നാരകീയ ശക്തികളുമായിട്ടുള്ള യുദ്ധത്തിലാണ്. ഇത് ചിലപ്പോൾ ഒരു ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കും. കർത്താവ് നമ്മളെ നയിക്കട്ടെ, നമ്മുടെ ദീപം തെളിക്കട്ടെ, നമ്മുടെ അന്ധകാരത്തെ, നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ കുറയ്ക്കട്ടെ, അത് വെളിച്ചമാക്കട്ടെ. ഇതിനുള്ള അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകട്ടെ. ആമേൻ.